ഹലോ ഫ്രണ്ട്സ്, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ബ്രെയിനിനെ ദുർബലമാക്കുന്ന 10 ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ശീലങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ അവ നിങ്ങളുടെ ജീവിതത്തിനും വിജയത്തിനുമെല്ലാം വളരെയധികം ദോഷം ചെയ്തേക്കും. ഓരോരുത്തരും അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എന്ത് ആഹാരം കഴിക്കണം എന്നതിനെക്കുറിച്ച് ആശങ്കാകുലരാണ് അല്ലേ? എന്നാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തെയും മറ്റ് ശരീരഭാഗങ്ങളെയും ആരോഗ്യകരമായി നിലനിർത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ബ്രെയിനിനെയും ആരോഗ്യകരമായി നിലനിർത്തുക എന്നത്. മസ്തിഷ്കം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് നിങ്ങളുടെ ചിന്തകളെയും ഓർമ്മകളെയും മോശമായ രീതിയിൽ തന്നെ ബാധിക്കും. നിങ്ങളുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നിങ്ങളുടെ അറിവും ഭാവനയും ശക്തിയും ബ്രെയിനും മികച്ചതാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നല്ലതുപോലെ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 മസ്തിഷ്ക തകരാറുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. 10. പഞ്ചസാരയുടെ അമിത ഉപയോഗം. നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിൽ പഞ്ചസാര വളരെയധികം ഉപയോഗിക്കാറുണ്ട്. പഞ്ചസാരയുടെ ഉയർന്ന ഉപഭോഗം പ്രോട്ടീനുകൾ പ്രോസസ്സ് ചെയ്യാനും വ്യാപാരം നടത്താനുമുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവിനെ തന്നെ ബാധിച്ചേക്കും. ഇത് മാൽ ന്യൂട്രീഷൻ എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് കാരണമായേക്കാം. നമ്മുടെ രക്തത്തിൽ അവശ്യ പോഷകങ്ങളുടെ അഭാവം മൂലമാണ് ഇതുണ്ടാകുന്നത്. അവശ്യ പോഷകങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് എത്താത്തതിനാൽ തലച്ചോറിന്റെ ശരിയായ വികസനം സാധ്യമാകില്ല. മധുരമുള്ള വസ്തുക്കളോ മധുര പലഹാരങ്ങളോ അധികമായി കഴിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയെയും ചിന്താശേഷിയെയും ദോഷകരമായി തന്നെ ബാധിക്കും. അതിനാൽ നിങ്ങളുടെ തലച്ചോറിന് ഗുണം ചെയ്യുന്ന റാസ്ബെറി, ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള മധുര പലഹാരങ്ങൾ കഴിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. 9. വേണ്ടത്ര ഉറക്കം ലഭിക്കാത്തത്. ഉറക്കക്കുറവ് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ദിവസം മുഴുവനും ക്ഷീണം, വിഷാദം, ഓർമ്മക്കുറവ് എന്നിവയെല്ലാം അനുഭവപ്പെട്ടേക്കാം. തലച്ചോറിന്റെ ഒരു ഭാഗമാണ് ഹിപ്പോ ക്യാമ്പസ്. പഠനത്തിലും ഓർമ്മയിലും ഇതിന് വലിയൊരു പങ്കുണ്ട്. ഒരു രാത്രി ഉറക്കം ശരിയായില്ലെങ്കിൽ പുതിയ വിവരങ്ങൾ ഓർത്തിരിക്കാനുള്ള നിങ്ങളുടെ തലച്ചോറിന്റെ കഴിവിനെ അത് സാരമായി ബാധിക്കും. ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ മസ്തിഷ്കം സ്വയം വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നുവെന്ന് നിരവധി ഗവേഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉറക്കക്കുറവ് മസ്തിഷ്ക കോശങ്ങൾ നശിക്കാൻ ഇടയാക്കും. ഇത് ഓർമ്മക്കുറവിനും കാരണമാകും. 8. ഇയർഫോണുകളിലും ഹെഡ്ഫോണുകളിലും ഉച്ചത്തിൽ മ്യൂസിക് കേൾക്കുന്നത്. ഇയർഫോണുകളിലും ഹെഡ്ഫോണുകളിലും വളരെ ഉച്ചത്തിൽ സംഗീതം കേൾക്കുന്നത് പലരുടെയും ഇഷ്ടവിനോദമാണ്. എന്നാൽ ഈ സ്വഭാവം നിങ്ങളുടെ ശ്രവണശേഷിക്ക് കേടുപാടുകൾ വരുത്തും. ഇത് മസ്തിഷ്ക പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. മെമ്മറി നഷ്ടപ്പെടുന്നതിനും കാലക്രമേണ നിങ്ങളുടെ മസ്തിഷ്ക കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനും ഇത് ഇടയാക്കും. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുന്നതാണ് ഇതിന് കാരണം. അതിനാൽ ചെവിയിൽ അമിതമായി സമ്മർദ്ദം ചെലുത്തിയാൽ അത് തീർച്ചയായും തകരാറിന് ഇടയാക്കും. 7. പ്രഭാത ഭക്ഷണം കഴിക്കാത്തതും ശരിയായ അളവിൽ വെള്ളം കുടിക്കാത്തതും. പലരും ഡയറ്റിനു വേണ്ടി പ്രഭാത ഭക്ഷണം ഒഴിവാക്കാറുണ്ട്. എന്നാൽ പ്രഭാത ഭക്ഷണം കഴിക്കാത്തത് നിങ്ങളുടെ തലച്ചോറിനെ നശിപ്പിക്കുമെന്ന് പലർക്കും അറിയില്ല. എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് പോഷകങ്ങൾ വളരെ ആവശ്യമാണ്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കില്ല. പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ സ്കൂളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് രക്തത്തിന്റെ അളവ് കുറയുന്നതിനും കാരണമാകും. ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ നേരിട്ട് തന്നെ ബാധിക്കും. നമ്മുടെ തലച്ചോറിന്റെ 80% വെള്ളമാണ്. മസ്തിഷ്കത്തിന് വേഗത്തിൽ ചിന്തിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശരിയായ അളവിൽ വെള്ളം ആവശ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നത്. മസ്തിഷ്കം നന്നായി പ്രവർത്തിക്കുവാൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കണം. അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഗുണം ചെയ്യും. 6. പുകവലി. പുകവലി ക്യാൻസറിന് കാരണമാകുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സിഗരറ്റിലെ നിക്കോട്ടിൻ നിങ്ങളുടെ തലച്ചോർ ചുരുങ്ങുന്നതിന് കാരണമാകുമെന്ന് നിങ്ങൾക്കറിയാമോ? തലച്ചോറിന്റെ ദീർഘകാല ചുരുങ്ങൽ നിങ്ങളെ അൽഷിമേഴ്സ് രോഗത്തിലേക്കും നയിച്ചേക്കാം. 5. അമിതമായി ഭക്ഷണം കഴിക്കുന്നത്. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കും. ഇതോടൊപ്പം വീർപ്പുമുട്ടൽ അനുഭവപ്പെടുകയും ജീവൻ അപകടപ്പെടുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ദോഷം ചെയ്യുന്നുണ്ടെന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദീർഘകാലത്തേക്ക് ഉയർന്ന കലോറികൾ കഴിക്കുന്നത് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ MCAക്ക് ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പല പഠനങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 4. തല മറച്ചു വെച്ച് ഉറങ്ങുന്നത്.
പുതപ്പ് വെച്ച് തലവഴി മൂടി പുതച്ചുറങ്ങാൻ പലർക്കും ഇഷ്ടമാണ്. ഇത് നിങ്ങൾക്ക് കംഫർട്ടബിളായി തോന്നിയേക്കാം. എന്നാൽ തലയിൽ പുതപ്പ് മൂടിക്കൊണ്ട് ഉറങ്ങുന്നത് കാർബണിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ഓക്സിജന്റെ ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിന് ഓക്സിജൻ വളരെ പ്രധാനമാണ്. അത് കുറയാനിടയാകുന്നത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കും. 3. ഉപ്പിന്റെ അമിത ഉപയോഗം. പഞ്ചസാര പോലെ തന്നെ ഉപ്പും അമിതമായി കഴിക്കുന്നത് മസ്തിഷ്കത്തെ ബാധിക്കും. ജാമ ന്യൂറോളജി നടത്തിയ ഒരു പഠനത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ഉപ്പ് ഒരു പ്രധാന കാരണമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അങ്ങനെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2. ഒറ്റയ്ക്ക് ധാരാളം സമയം ചിലവഴിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ ഉണ്ടെന്നുള്ളത് പ്രശ്നമല്ല. എന്നാൽ നിങ്ങൾ ശരിക്കും ആൾക്കാരുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് പ്രധാനമാണ്. വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളുകൾ കൂടുതൽ സന്തുഷ്ടരും കൂടുതൽ കാര്യക്ഷമത ഉള്ളവരുമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏകാന്തത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ ശ്രമിക്കണം. ഏതെങ്കിലും ഗെയിം കളിക്കുകയോ ഡാൻസ് കളിക്കുകയോ ഒക്കെ ആകാം. 1. കൂടുതൽ ചലിക്കാതിരിക്കുന്നത്. വ്യായാമക്കുറവ് പ്രമേഹം, ഹൃദ്രോഗം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകും. ഇവയെല്ലാം അൽഷിമേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. നിങ്ങൾ ഒരുപാട് നേരമൊന്നും ഓടേണ്ടതില്ല. അരമണിക്കൂർ നടന്നാൽ മതിയാകും. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നടക്കണം. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നും ചെയ്യുന്ന വളരെ സാധാരണമായ കാര്യങ്ങളാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മസ്തിഷ്കത്തെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ഏറ്റവും പ്രൊഡക്ടിവിറ്റി ഉള്ളവരാകാൻ നിങ്ങൾ ആ ശീലങ്ങൾ നിർത്തുകയും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്തുടരുകയും വേണം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരുമായും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരേക്ക് നന്ദി.